എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോക്കിയേ, ഒരു സെൻറ്റൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ വെർബ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പല ടോപ്പിക്സിലും നമ്മൾ സബ് ടോപ്പിക്കായിട്ട് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ അവളൊരു കത്ത് എഴുതുകയാണെന്ന് പറയുമ്പോൾ ഇതിൽ അവൾ എന്ന് പറയുന്നതാണ് എന്ത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ സബ്ജക്റ്റാണ് കത്ത് എഴുതുന്നത്, അപ്പോൾ സബ്ജക്റ്റാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് ആക്റ്റീവ് ആണെന്ന് പറയാം. അത്തരം സെൻറ്റൻസുകളെ നമുക്ക് എന്ത് പറയാം, ആക്റ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നതെന്ന് പറയാം. ഇനി ഇതിനെ, ഈ സബ്ജക്റ്റിനെ പാസീവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കിക്കൊണ്ട് നമ്മൾ ഈ സബ്ജക്റ്റിനെ മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കും. അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസീവ് വോയിസ് എന്ന് പറയും. അതായത് സബ്ജക്റ്റ് പാസീവായിട്ട് അല്ലെങ്കിൽ ഇനാക്റ്റീവായി നിൽക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ പാസീവ് വോയിസുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്നുള്ളത്. ഓക്കെ, ഇനി പാസീവ് വോയിസ് എന്ന് പറയുന്ന പേര് നിങ്ങളുടെ മനസ്സിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ഒരൊറ്റ ഫോം മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ഫോമിലൂടെ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും. ബി ഫോം കേട്ടിട്ടുണ്ടല്ലോ, ബി ഫാമിലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്ലസ് V3. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി ഫോമിൻ്റെ കൂടെ V3 കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പാസീവ് വോയിസ് എന്ന് കിട്ടുന്നത്. അതെന്താണ് ബി ഫോം നിങ്ങൾക്കറിയാം, കാരണം നമ്മൾ ബി ഫാമിലി എന്താണെന്ന് പഠിച്ചതാണ്. എന്താണ് ബി ഫാമിലി? ബി ഫാമിലിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ്? ആം, ഈസ്, ആർ, വാസ്, വേർ, അല്ലേ? ആം, ഈസ്, ആർ, വാസ്, വേർ. അതിൻ്റെ കൂടെ ഏതൊക്കെ വരുന്നു ഞാൻ പറഞ്ഞു. ബി, ബീങ്, ബീൻ. ടെൻസ് പഠിച്ചപ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ബി ഫാമിലി എന്ന് പറയുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ, ബി, ബീങ്, ബീൻ. ഇത്തരം വാക്കുകൾ മനസ്സിലായോ? ഇത്തരം വാക്കുകൾ ആലോചിക്കുക. അപ്പോൾ ഇതാണ് ബി ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബി ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി ഫാമിലിയുടെ കൂടെ V3 ചേർന്ന് വരുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നോക്കുന്നത് ഈ ബി ഫോമിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ബി ഫാമിലിയുടെ മെമ്പേഴ്സിൻ്റെ കൂടെ V3 ഫോം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നോക്കി നമുക്ക് വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത് ആ ഫസ്റ്റ് കാര്യം അതൊന്ന് മനസ്സിൽ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളൊരു സെൻറ്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ തിരിച്ച് പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐ, ഷീ, ഹി, ദേ, വി, യു എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകളാണ്. അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റാണ്, ഐൻ്റെ ഒബ്ജക്റ്റാണ് മീ എന്ന് പറയുന്നത്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഹെർ ആയിട്ട് മാറും, ഹി, ഹിം ആയിട്ട് മാറും, ദേ, ദം, വി, അസ് ആയിട്ട് മാറും, യു എന്നുള്ളത് യു തന്നെ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യാനുസരണം മാറ്റേണ്ടി വരും. ചില സെൻറ്റൻസുകൾ ഐ, വി, മീ ആയിട്ട് മാറും, ചില സബ്ജക്റ്റിൽ മീ, ഐ ആയിട്ട് മാറും. ഓക്കെ, ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് ഓക്കെ, ജസ്റ്റ് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി കുറച്ച് നിയമങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബി ഫോം പ്ലസ് V3 എന്ന് പറയുന്ന ഫോമാണ്. ആ ഫോം എങ്ങനെ കയറി വരുന്നു നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, ആദ്യത്തെ രണ്ട് സെൻറ്റൻസുകൾ മാത്രം നോക്കുക. ഡു ഓർ ഡസ് പ്ലസ് V1. ഇപ്പോൾ നമ്മൾ പഠിച്ചു V1 ഒരു വെർബിനെ ഫോമുണ്ട്, V1, V2, V3 എന്ന് പറയുന്ന ഫോമുണ്ട്. ആ V1 തന്നെ അതിൻ്റെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അപ്പോൾ ഡസ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ്. ഡു എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ചുരുക്കി പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ആണെന്ന് പറയാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ്, അതായത് ഇത് തന്നിരിക്കുന്നത് ആക്റ്റീവ്, താഴെ കൊടുത്തിരിക്കുന്ന ഈ രൂപം എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിൻ്റെ ഘടനയും ഇവിടെ എന്ന് പറയുന്നത് പാസീവ് വോയിസിൻ്റെ ഘടനയുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. അത് തന്നിരിക്കുന്നത് ഇതേ ഡു ഓർ ഡസ് പ്ലസ് V1 എന്ന രൂപത്തിലാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താണ്, ബി ഫോം പ്ലസ് V3 ആണ്, അല്ലേ? ബി ഫോം പ്ലസ് V3. അപ്പോൾ ബി ഫോമിൽ നമ്മൾ പറഞ്ഞു ആം, ഈസ്, ആർ. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് ആണെന്നെങ്കിൽ നമ്മൾ ബി ഫോമിലെ പ്രസൻറ്റിനെ എടുക്കണം. ഏതാ ബി ഫോമിലെ പ്രസൻറ്റ്? ആം, ഈസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വരികയാണെങ്കിൽ എന്ത് വരുന്നു, ആം, ഈസ്, ആർ പ്ലസ് V3, അല്ലേ? ബി, അപ്പോൾ നമ്മളെ നിയമം കറക്റ്റായില്ലേ? ബി ഫോം പ്ലസ് V3 എപ്പോഴും ഇവിടെ ഉണ്ടാവും. V3 എന്തായാലും ആ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഉണ്ടായാൽ മാത്രമേ അതെന്താവുള്ളൂ, പാസീവ് വോയിസ് ആവുള്ളൂ എന്ന് നിങ്ങൾ നോക്കി വെച്ചോ.
ഓക്കെ, തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് V3 ഫോം കാണാൻ പറ്റിയില്ലെങ്കിൽ അതെന്തല്ല, പാസീവ് വോയിസ് അല്ല. ഓക്കെ, അപ്പോൾ ബി ഫോം പ്ലസ് V3യിൽ തന്നിരിക്കുന്ന ഇവിടെ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ V1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബി ഫാമിലിയിലെ ആം ഈസ് ആർ എന്ന് പറയുന്ന മൂന്നാളെ എടുത്തു, അതിൻ്റെ കൂടെ V3 ഫോം വരണം. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസ് V2 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡിഡ് പ്ലസ് V1 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിഡ് പ്ലസ് V1 ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിഡ് പ്ലസ് V1നെയാണ് നമ്മൾ V2 എന്ന് ചേർക്കാറ്. നമ്മൾ ടെൻസിൽ പഠിച്ചു, ഡിഡ് സാധാരണ നമ്മൾ നോട്ട് ചേർത്ത് വരുന്ന സെൻറ്റൻസുകളിലാണ് പറയാറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ അപ്പോൾ ഡിഡ് പ്ലസ് V1 എന്ന് പറയാം, അല്ലെങ്കിൽ V2 ഫോം, അതായത് പാസ്റ്റ് ടെൻസ് അല്ലേ, പാസ്റ്റ് ടെൻസ് തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ ബി ഫോം പ്ലസ് V3 ആണ്. ബി ഫോം, ബി ഫാമിലിയിലെ പാസ്റ്റുകാരൊക്കെയാണ് വാസും വേറും. അപ്പോൾ ആ വാസും വേറിൻ്റെ കൂടെ നമ്മൾ V3 എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പാസ്റ്റിനെ എന്തിലേക്ക് മാറ്റാൻ പറ്റും, പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്ന ഈ രണ്ടെണ്ണമാണ്. ഇതൊന്നും നോക്കാം നമുക്ക്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്, ഒരു ആക്റ്റീവ് വോയിസ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതായത് ഇപ്പോൾ സിംഗിങ്, പ്ലേയിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വെർബിൻ്റെ കൂടെ ING ചേർത്ത രൂപമാണ് വരുന്നെങ്കിൽ, ING ചേർത്ത രൂപമാണ് വരുന്നതെങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ തന്നിരിക്കുന്ന സാധനത്തിൽ നിന്നുണ്ടാവും ബീയിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കൂട്ടിച്ചേർക്കണം. അതെങ്ങനെ വരാമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണെങ്കിൽ തന്നിരിക്കുന്ന ആം ഈസ് ആർ എന്താണോ അതിന് അതുപോലെ തന്നെ എടുത്തെഴുതുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ റൂൾ എന്താണ്, ബി ഫോം പ്ലസ് ING ആണ്. ബി ഫോം പ്ലസ് ING അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സാധനം, അതായത് ഇവിടെ ING തന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ING ഫോം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചേർക്കേണ്ടത്, ബി ഫാമിലിയിലെ ING ആണ് ചേർക്കേണ്ടത്. കാരണം എന്താണ്, ഇവിടെ V3 എന്തായാലും അവസാനം വരണം അല്ലേ, ബി ഫോം പ്ലസ് V3 എന്തായാലും ചേർക്കണം. ഓക്കെ, അതിൻ്റെ മുന്നേ എന്ത് വേണം, ബി ഫാമിലി വേണം താനും. ഇവിടെ ING ആയതുകൊണ്ട് തന്നെ ബി ഫാമിലിയിൽ INGനെയും ചേർക്കണം. അങ്ങനെ രണ്ടും കൂടെ ഒത്തുവരുന്ന ആരാണ്, ബീയിങ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ ഒരു സെൻറ്റൻസ് തന്നാൽ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ING, വെർബിൻ്റെ ING രൂപമുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ നിർബന്ധമായിട്ട് എന്ത് വേണം, ബീയിങ് വേണം. ഓക്കെ, അപ്പോൾ അവിടെ ബി ഫാമിലിയിൽ ഒരു അംഗം വന്നു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി, V3 ചേർത്താൽ മതി. ആം ഈ സാറിന് അതേപോലെ തന്നെ എടുത്തെഴുതുക. ഇനി അടുത്ത് നോക്കിയാൽ വാസ് ഓർ വേറിൻ്റെ കൂടെയാണ് വെർബ് പ്ലസ് ING വരുന്നതെങ്കിൽ വാസ് ഓർ വേറിനെ അതുപോലെ തന്നെ എടുത്തെഴുതുക. ഓക്കെ, വാസ് ഓർ വേറിനെ അതുപോലെ തന്നെ എടുത്തെഴുതണം. അത് നമ്മളിവിടെ എഴുതി, വാസ് ഓർ വേറിനെ അതുപോലെ തന്നെ എഴുതി. അടുത്തത് VING, വെർബ് പ്ലസ് ING ആണെങ്കിൽ ബീയിങ് എന്ന് പറയുന്ന വാക്ക് നിർബന്ധമായിട്ട് വരണം. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനം എന്ത് വേണം, ബി ഫോമിൻ്റെ കൂടെ അവസാനം എന്താ വേണ്ടത്, V3 വേണം. എന്നാൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ, പാസീവ് വോയിസ് ആയിട്ട്. അപ്പോൾ V3 നമ്മൾ എഴുതി. ഇനി അടുത്ത് നോക്കിയേ, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ ഹാസ് ഓർ ഹാവിനെ അതുപോലെ തന്നെ ഇവിടെ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബി ഫോമിനെ ചേർക്കണം അല്ലേ, ബി ഫോമിനെ ചേർക്കണം. അപ്പോൾ ബി ഫോം എന്ന് പറയുന്ന ബി ഫാമിലിയിലെ V3 ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരാണ്, ബീനാണല്ലോ. ബീൻ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ബീനിലെ V3 ആയിട്ടുള്ള ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളെങ്ങനെ പിടിക്കുക. അപ്പോൾ ഹാസ് ഓർ ഹാവ് കഴിഞ്ഞ് എപ്പോഴും V3 ആണ് ചേർക്കേണ്ടത് നമുക്കറിയാം. പക്ഷേ ആ V3ക്ക് മുന്നേ എന്തും വേണം, ഒരു ബി ഫോമും കൂടെ വേണം. ഹാസ് ഓർ ഹാവ് കഴിഞ്ഞിട്ട് V3 ഉണ്ട്. ഈ V3 നിർബന്ധമാണ്. ഇവിടെ ഒരു പാസീവ് വോയിസ് ആണെങ്കിൽ V3 നിർബന്ധമാണ്. പക്ഷേ ഇതിന് മുന്നേ ബി ഫോം വേണം. ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നത് ഹാവ് ഫാമിലി അംഗങ്ങളാണ്, ബി ഫാമിലിയിലെ അംഗമല്ല. അപ്പോൾ നമ്മൾ ബി ഫാമിലിയിലെ ബീൻ എന്ന് പറയുന്ന അംഗത്തെ പിടിച്ചിട്ടു. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3നെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ഓർ ഹാവ് അതുപോലെ തന്നെ എഴുതുക, അതിൻ്റെ കൂടെ ബീൻ ചേർത്ത് എഴുതുക, പിന്നെ V3 എഴുതുക. V3 എല്ലായിടത്തും കോമൺ ആണ്, യാതൊരു പ്രശ്നവും മിസ്റ്റേക്കും വരില്ല. ഇനി ഹാഡ് പ്ലസ് V3നെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് എഴുതണം, ഹാഡ് അതുപോലെ തന്നെ എഴുതി, V3 നമ്മൾ എഴുതി കഴിഞ്ഞു. V3ൻ്റെ മുന്നേ എന്ത് വേണം, ബി ഫാമിലിയിൽ അംഗം വേണം. അതാരാണ്, V3 ആയിട്ട് കിടക്കുന്ന ആളാണ്. കാരണം ഹാഡ് കഴിഞ്ഞാൽ V3 ചേർക്കണം. ഈ പറയുന്ന V3ക്ക് മുന്നേ ഒരു ബി ഫാമിലിയും വേണം. അപ്പോൾ ഹാഡ് കഴിഞ്ഞാൽ V3 വേണമെന്ന് പറയുന്നതും V3ക്ക് മുന്നേ ബി ഫാമിലിയിൽ അംഗം വേണമെന്ന് പറയും, രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ആരാ വരേണ്ടത്, ബീനാണ് അല്ലേ. ബീൻ മാത്രമാണ് V3 കഴിഞ്ഞിട്ടുള്ള ആളുള്ളൂ. അപ്പോൾ ഹാഡ് കഴിഞ്ഞാൽ V3 വേണമെന്ന് പറയുമ്പോൾ ഹാഡ് കഴിയുമ്പോൾ നമുക്ക് ബി ഫാമിലിയിലെ V3നെ ചേർക്കാം. അപ്പോൾ എന്ത് ചെയ്തു, V3ൻ്റെ മുന്നേ ഈ പറയുന്ന V3ൻ്റെ മുന്നേ ബി ഫാമിലിയിൽ ഒരു അംഗവും വന്നു, ഹാഡ് കഴിഞ്ഞ് നമുക്ക് V3 കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഹാഡ് പ്ലസ് V3 വരുമ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് വരും. ഇനി ഫ്യൂച്ചർ കാര്യങ്ങൾ പറയും. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസിൽ പഠിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വിൽ ഓർ ഷോൾ, മൈറ്റ്, ക്യാൻ, കുഡ് എന്ന് പറഞ്ഞ സാധനങ്ങളാണ്, മൊഡാൽ ഓക്സിലറി വെർബുകളാണ് ചേർക്കേണ്ടതെന്ന് പറയാം. നിർബന്ധമായിട്ടും ഒരു ഫ്യൂച്ചർ സെൻറ്റൻസിൽ ഈ സാധനങ്ങൾ വരണം അല്ലേ. അപ്പോൾ മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ V1 നമ്മൾ പറഞ്ഞു, മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ V1 ഫോമാണ് ചേർക്കാറെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒരു സെൻറ്റൻസിൽ മൊഡാൽ ഓക്സിലറി വെർബ് പ്ലസ് V1 ആണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ആ തന്നിരിക്കുന്ന ആക്റ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡാൽ ഓക്സിലറി വെർബിനെ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് V3 എന്തായാലും നിർബന്ധമാണ്. കാരണം എന്താണ്, തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിൽ നിർബന്ധമായിട്ടും V3 വേണം, നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി V3ക്ക് മുന്നേ എന്ത് വേണം? ബി ഫോം വേണം അല്ലേ? ബി ഫോം, അതായത് ബി ഫാമിലിയിലെ ഒരംഗം വേണം, നിർബന്ധമല്ലേ? ആണ്. മൊഡാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞ് എന്ത് വേണം? V1 വേണം എന്ന് നമുക്കറിയാം. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ. ബി, ബീയിങ്, ബീൻ. ഈ പറയുന്ന ആളിൽ ആരാണ് V1 ഫോം ആയിട്ടുള്ളത്? ബി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡാൽ ഓക്സിലറി V1 ചേർത്തു. V1 എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി കഴിഞ്ഞാൽ ബി ഫോം വന്നു. ബി ഫോം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V3 കൂടെ വേണം. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ മൊഡാൽ ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വരണം? ഒരു ബി എന്ന് പറയുന്ന വാക്ക് ചേർക്കണം. മനസ്സിലായിക്കോ? അപ്പോൾ വില്ല്, ഷാൾ ഈ പറയുന്ന സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബി ചേർത്തോ. അത് കഴിഞ്ഞാൽ മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ ഹാവ് കൂടെ ചേർന്ന് വരികയാണെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണെങ്കിൽ എന്താണെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബിന് അതുപോലെ തന്നെ എഴുതി, ഹാവിനെ അതുപോലെ തന്നെ എഴുതി. നമ്മൾ പറഞ്ഞു മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ V1 ചേർക്കും, അല്ലെങ്കിൽ ഹാസ് ഹാവിൻ്റെ രൂപമാണെങ്കിൽ ഹാവ് മാത്രമേ ചേർക്കാറുള്ളൂ, ഹാസ് ചേർക്കാറില്ല എന്നൊക്കെ ടെൻസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മൊഡാൽ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൻ്റെ സെൻറ്റൻസ് മൊഡാൽ ഓക്സിലറി വെർബിൻ്റെ കഴിഞ്ഞ് ഹാവ് വന്നു, എന്നിട്ട് V3 വന്നു. അങ്ങനെയാണ് തരുന്നെങ്കിൽ കഴിഞ്ഞാൽ ഹാവ് കഴിഞ്ഞ് നിർബന്ധമായിട്ട് V3 വരണം, നമ്മൾ പഠിച്ചതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ് അതുപോലെ തന്നെ എഴുതി. അതിനുശേഷം തന്നിരിക്കുന്ന ഹാവും അതുപോലെ തന്നെ എഴുതി. V3 എന്തായാലും നിർബന്ധമാണ്. കാരണം എന്താ? പാസീവ് വോയിസ് ആണെങ്കിൽ V3 നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഈ V3ക്ക് മുന്നിൽ എന്ത് വേണം? ഒരു ബി ഫാമിലിയിൽ ഒരു അംഗം വേണം. എന്നാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? നമ്മുടെ ഈ റൂൾ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പാസീവ് വോയിസ് ആയിട്ട് മാറുള്ളൂ. ഹാവ് കഴിഞ്ഞാൽ എന്ത് വേണം? V3 വേണം. അപ്പോൾ ഹാവ് കഴിഞ്ഞാൽ V3 ആയിട്ട് നമ്മൾ ആരെ നോക്കുമ്പോൾ ബി ഫാമിലിയിൽ ബി എന്ന് പറഞ്ഞൊരു അംഗമുണ്ട്, അയാൾ V3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് V3 വേണം കൊണ്ട് ബീനെ ചേർത്തു. ബീനെ ചേർക്കുമ്പോൾ എന്തായി? V3ക്ക് മുന്നിൽ എന്തായി? ബി ഫാമിലിയിൽ ഒരു അംഗവും വന്നു. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇതാണ്, ഇത്രയും റൂൾസാണ് വരുന്നത്. അപ്പോൾ മെയിൻ നമ്മളെ സാധനം എന്താണ്? ബി ഫോം പ്ലസ് V3 എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ആകെ മാറ്റം വരാൻ പോകുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ആദ്യം ഈ തന്നിരിക്കുന്ന ഡു ഓർ ഡസ് പ്ലസ് V1, ഡിഡ് പ്ലസ് V1 ഈ രണ്ട് സാധനത്തിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? നമ്മുടെ ചേർക്കുന്ന വെർബിന് മാറ്റം വരുന്നുള്ളൂ. ഒന്ന് നോക്കിക്കേ, തന്നിരിക്കുന്നത് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ? ഈ പറയുന്ന സാധനം ആം, ഈസ്, ആർ അല്ലെങ്കിൽ വാസ്, വേർ ആയിട്ട് മാറുന്നു അല്ലേ? ഇവിടെ പ്രസൻറ്റ് വന്നപ്പോൾ ആം, ഈസ്, ആർ വന്നു. അതായത് ഡു ഓർ ഡസ് പ്ലസ് V1 വന്നപ്പോൾ മാറി, എന്തായിട്ട്? ആം, ഈസ്, ആർ ആയിട്ട് മാറി. അതേപോലെ തന്നെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ അത് വാസും വേറായിട്ട് മാറി. ബാക്കി ഇവിടെ മുതൽ താഴത്തേക്കുള്ള എല്ലാ കാര്യങ്ങളിലും തന്നിരിക്കുന്ന വെർബിന് അതുപോലെ തന്നെ ഓക്സിലറി വെർബിന് അതുപോലെ തന്നെ എടുത്തെഴുതിയിരിക്കുകയാണ്. കണ്ടോ? ആം, ഈസ്, ആർ അതേപോലെ എടുത്തെഴുതി, വാസ് ഓർ വേർ അതേപോലെ എടുത്തെഴുതി. പിന്നെന്താണ്? ഹാസ് ഓർ ഹാവ് അതേപോലെ എടുത്തെഴുതി, ഹാഡ് ആണെങ്കിൽ അതേപോലെ എടുത്തെഴുതി. മൊഡാൽ ഓക്സിലറി വെർബ് അതുപോലെ തന്നെ എടുത്തെഴുതി, മൊഡാൽ ഓക്സിലറി വെർബ് പ്ലസ് ഹാവ് അതുപോലെ തന്നെ എടുത്തെഴുതി അല്ലേ? ബാക്കി മാത്രമേ എന്ത് വ്യത്യാസം വന്നിട്ടുള്ളൂ? ആ കാര്യം കൂടി ഒന്ന് ആലോചിക്കും. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയാണ് റൂളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് കാര്യം കൂടി പറയാണ്ട്, നമ്മൾ പഠിച്ചു ക്വസ്റ്റ്യൻ വേർഡ് തന്നെ രണ്ട് തരത്തിലും വരാം. ഒന്നെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരാം, അതായത് എസ് ഓർ നോ ഉത്തരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് വരാം, വാട്ട്, വിച്ച്, വെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. ഓക്കെ, ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ റൂളൊക്കെ എന്താണ്? സെയിം ആണ്. ഇവിടെ പറഞ്ഞ റൂൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണ്. അപ്പോൾ ആർ എന്ന് വരുന്ന സാധനം ഇവിടെ ഉണ്ടല്ലേ, ആറ് വരുന്ന സാധനം ഇവിടെ ഉണ്ട്. അതെന്തായിട്ട് മാറണം? ഈ രീതിയിൽ ആം, ഈസ്, ആർ അല്ലെങ്കിൽ ഇതായിട്ട് മാറണം. അതിൻ്റെ കൂടെ വെർബ് പ്ലസ് ING എന്ന് പറയുമ്പോൾ കൂടെ ഒരു ബീയിങ് വരണം. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ എഴുതാം. ജസ്റ്റ് ഇത്രേ പറഞ്ഞുള്ളൂ. ഈ രീതിയിലും കൂടെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇതേപോലെ തന്നെ ഈ ഒരു ഓർഡറിലായിരിക്കും വരിക എന്ന് മാത്രം, ക്വസ്റ്റ്യൻ മാർക്ക് വരിക. പിന്നെ വെൻ ഡിഡ് യു ഡു ദിസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു WH ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ രീതിയിലാണ് മാറ്റം വരിക. സാധാരണ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എങ്ങനെ വരിക? സബ്ജക്റ്റിൻ്റെ മുന്നേ എന്ത് വരണം? വെർബ് വരണം. ആ രീതിയിൽ മാത്രം ആലോചിച്ച് മതി. വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ എന്താ വരേണ്ടത്? അതുപോലെ തന്നെയാണ്. ഓക്കെ, സബ്ജക്റ്റിന് മുന്നേ എന്ത് വരണം? നമ്മുടെ വെർബ് വരണം, ഓക്സിലറി വെർബ് വരണം. ഓക്കെ, ആ രീതിയിൽ മാത്രം ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, നമ്മൾ വെൻ യു ഡിഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അതേപോലെ തന്നെ ആർ യു പ്ലേയിങ് ക്രിക്കറ്റിൽ വെർബ് ആദ്യം വരുമ്പോൾ മാത്രമേ അത് ക്വസ്റ്റ്യൻ ആവുള്ളൂ. അതുപോലെ തന്നെ വെൻ ഡിഡ് യു ഡു ദിസ്, വെൻ യു ഡിഡ് എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറില്ല. വെൻ ഡിഡ് കഴിഞ്ഞിട്ട് യു, അതായത് സബ്ജക്റ്റിന് മുന്നേ എന്തായാലും വെർബ് ചേർക്കണം.
എന്നാൽ മാത്രമേ ഇതെന്തായിട്ട് ഇത് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെർബ് എഴുതണം, എന്നിട്ട് വേണം സബ്ജക്റ്റ് എഴുതാൻ. ഇവിടെ ആ രീതിയിൽ തന്നെ വരിക. അത് മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ എഴുതിയത്. ഇനി അടുത്തത് WHO എന്ന് പറയുന്ന ഹൂയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഈ WH ക്വസ്റ്റ്യൻ്റെ ഒരു കാറ്റഗറി ആയ WHOയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഇപ്പോൾ ഹൂ ആർ യു എന്ന് പറയുന്നത് നമുക്ക് പാസീവ് വോയിസിൽ എഴുതാൻ കഴിയും. അല്ലെങ്കിൽ ഹൂ പെയിൻറ്റഡ് ഇറ്റ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഹൂ എന്ന് പറയുന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബൈ ഹും എന്ന് വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, ബൈ ഹും എന്ന് പറയുന്ന വാക്കിൽ വേണം തുടങ്ങാൻ. അത് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ബാക്കി നിയമങ്ങളൊക്കെ സെയിം ആണ്. അതുപോലെ തന്നെ ഇംപെരേറ്റീവ് സെൻറ്റൻസുകൾ എന്താ നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. അതായത് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷട്ട് യുവർ മൗത്ത്, ഓപ്പൺ ദി ഡോർ, വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് എന്ത്, ഇംപെരേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇംപെരേറ്റീവ് സെൻറ്റൻസുകളെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് എന്ന് പറയുന്ന വാക്കിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ലെറ്റ് എന്ന് പറയുന്ന വാക്കിൽ വേണം നമ്മൾ പാസീവ് വോയിസിലേക്ക് ഇംപെരേറ്റീവ് സെൻറ്റൻസിനെ മാറ്റുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ ദി ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന ഇംപെരേറ്റീവ് സെൻറ്റൻസിന് മുമ്പേ എന്തെങ്കിലും ഒരു റിക്വസ്റ്റിൻ്റെ രൂപം കൂടെ വരുന്നുണ്ടെന്നാക്കുക. പ്ലീസ് ഓപ്പൺ ദ ഡോർ, പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞ ഒരു വാക്കും കൂടെ കയറി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യു ആർ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, വെറും ഇംപെരേറ്റീവ്സിന് ഓപ്പൺ ദ ഡോർ മാത്രമേ ഉള്ളുവെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലെറ്റിൽ അങ്ങോട്ട് തുടങ്ങാം. ഇനി അതല്ല, അതിൻ്റെ മുന്നിൽ നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസിന് മുന്നിൽ അപേക്ഷ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പദമുണ്ടെങ്കിൽ, പ്ലീസ് അതുപോലത്തെ ഏതെങ്കിലും പദമുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് യു ആർ റിക്വസ്റ്റഡ് ടു, യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ പ്ലീസ് ഓപ്പൺ ദ ഡോർ ആണെങ്കിൽ യു ആർ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ ഡോർ. അത് എങ്ങനെ എഴുതണം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യനും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്, മനസ്സിലായി. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, അവനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹി എന്ന് പറയുന്ന അവൻ, സബ്ജക്റ്റാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സബ്ജക്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ടെങ്കിൽ ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ എന്ന് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവില്ല, ഒരു സെൻറ്റൻസേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവണം തന്നിരിക്കുന്നത് ആക്റ്റീവ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, ഇത് ആക്റ്റീവ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു പാസീവ് വോയിസ് തന്നിട്ടുണ്ട്. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തും? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ING തന്നിട്ടുണ്ടല്ലോ. ING തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്തായിട്ട് എന്ത് വരണം, ബീങ് എന്ന് പറയുന്ന വാക്ക് വരണം. തന്നിരിക്കുന്ന നോക്കി, ബീങ് ഇവിടെ ഉണ്ട്, ബീങ് ഇവിടെ ഉണ്ട്. ഇവിടെ ബീങ് ഇല്ലല്ലോ, അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇവിടെ ഉത്തരം വരത്തില്ല. ഇവിടെയും ഇല്ലല്ലോ, അപ്പോൾ എയും ഉത്തരം വരില്ല. അപ്പം ഇത് മാത്രമേ ഉത്തരത്തിൽ വരത്തുള്ളൂ, ബിയും സിയും മാത്രം. ഇനി ഈസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഈസ് ആം, അതായത് ആം ഈസ് ആർ. ഇതിൻ്റെ കൂടെ വെർബ് പ്ലസ് ING വരികയാണെങ്കിൽ തന്നിരിക്കുന്ന സാധനം അതേപോലെ എഴുതുക. ആം ഈസ് ആർ ഏതാണ് തന്നിരിക്കുന്നത് അതുപോലെ എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് വരും, ബീങ് എന്ന് പറഞ്ഞ സാധനം വരും. പിന്നെ അതിൻ്റെ കൂടെ എന്ത് വരും, ഒരു V3 ഫോം വരും അല്ലേ. ആദ്യം നമ്മൾ V3 ഫോം നോക്കണം ശരിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം V3 ഫോം ആയതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. കണ്ടോ, റിട്ടേൺ 4 റിട്ടേണാണ് തന്നിട്ടുള്ളത്. അതല്ലേ, റൈറ്റിൻ്റെ V3 ഫോമാണ് റിട്ടേൺ എന്ന് പറയുന്നത്. 4 V3 ഫോം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കാറ്റഗറി നോക്കി ബീങ് എന്നുള്ള വാക്കുണ്ടോയെന്ന്. അതിവിടെ ഉണ്ടായതുകൊണ്ട് 2 ഓപ്ഷൻ നമുക്ക് കിട്ടി, 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, ഇനി അടുത്തെന്താണ് തന്നിരിക്കുന്ന ആമീസാർ അതേപോലെ വരേണ്ടത് അല്ലേ. ഒരിക്കലും എന്താവാൻ പാടില്ല, വാസിലേക്ക് മാറാൻ പാടില്ല. അപ്പോൾ ഇതെന്തായാലും ഇതിൽ ഉത്തരമായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്, 1ൻ്റെ ഉത്തരം B ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 നോക്കി, ദ പഞ്ചായത്ത് ഈസ് കൺസ്ട്രക്റ്റിംഗ് എ കമ്മ്യൂണിറ്റി ഹാൾ ഇൻ അവർ വാർഡ്. ഇത് തന്നിരിക്കുന്നതിനെ പാസീവ് ഫോമിലേക്ക് എഴുതണം. ഓക്കെ, ചൂസ് ദി കറക്റ്റ് പാസീവ് ഫോം. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ കറക്റ്റ് പാസീവ് ഫോം താഴെ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, കൺസ്ട്രക്റ്റിംഗ് തന്നിരിക്കുന്ന ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. കൺസ്ട്രക്റ്റഡ്, ബീയിങ് കൺസ്ട്രക്റ്റഡ്, കൺസ്ട്രക്ട്. ഓക്കെ, അല്ല എല്ലാത്തിലും V3 ഫോം ഉണ്ട്, അത് ഓക്കെയാണ്. എല്ലാത്തിലും കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്ന ഈ കൺസ്ട്രക്റ്റിങ്ങിൻ്റെ V3 ഫോം ഉണ്ട്. ഇനി അടുത്താണ് ബീയിങ് എന്ന് പറയുന്നത്. ഇവിടെ കൺസ്ട്രക്റ്റിംഗ് ING ഫോം തന്നതുകൊണ്ട് തന്നെ ബീയിങ് എന്ന് പറയുന്ന വാക്കുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ബീനാണ്, അപ്പോൾ ഇതൊരിക്കലും വരത്തില്ല. ബീയിങ് ഇവിടെ ഉണ്ട്, ഇവിടെ ബീയിങ് എന്നുണ്ട് അല്ലേ. അതൊരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെയും ബീയിങ് ഇല്ല, അപ്പോൾ ഇത് ഒഴിവാക്കാം.
ബീനിൻ്റെ കൂടെ ഒരിക്കലും ബീയിങ് രണ്ട് വാക്കും കൂടി ഒരുമിച്ചൊന്നും ചേർത്ത് വരും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അവിടെ ഉത്തരം വരുന്നത് എന്താണെന്ന് വെച്ചാൽ സി തന്നെയാണ്. ഓക്കെ, ഒരിക്കലും ബീയിങ് ഒരുമിച്ച് ചേർത്ത് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ പഞ്ചായത്ത് ഈസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തരത്തിൽ എന്തേ വരുള്ളൂ, ഈസ് ആണെങ്കിൽ ഈസ്, ആമാണെങ്കിൽ ആമ്, അല്ലെങ്കിൽ ആറ്. ഇതിലേതൊക്കെയോ വരുള്ളൂ. ഒരിക്കലും എന്തായിട്ട് മാറില്ല, വാസോ വേറെ ഒന്നായിട്ട് മാറില്ല. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, ഇവിടെ ഹാസ് ആണ് തന്നിട്ടുള്ളത്. ഒരിക്കലും ഹാസ് വരത്തില്ല. ഇവിടെ ചോദ്യത്തിൽ ഈസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈസായിട്ടേ മാറത്തുള്ളൂ, ഒരിക്കലും ഹാസ് ആയിട്ടൊന്നും മാറത്തില്ല. ഓക്കെ, അപ്പോൾ ഏതാ ഉത്തരം? 2C ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, ദ സെക്രട്ടറി റീഡ് ദ റിപ്പോർട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കണം അല്ലേ. ഇവിടെ റീഡ് തന്നിട്ടുണ്ട്, ഇവിടെ സെക്രട്ടറി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം സെക്രട്ടറി എന്ന് പറയുന്ന ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. ദ സെക്രട്ടറി പറയുന്ന ഒരാളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളെ മാത്രം ഉദ്ദേശിക്കുമ്പോൾ, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഏതാണ്? സിംഗുലർ വെർബല്ലേ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ റീഡിൻ്റെ സിംഗുലർ രൂപം റീഡ്സ് എന്നല്ലേ. ഒരു എസ് ചേർത്ത് വരണ്ടേ, അത് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ തന്നിരിക്കുന്നത് ഒരു V2 രൂപത്തിലാണ്. റീഡിൻ്റെ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റീഡിൻ്റെ എന്താണ് V1 V2 V3 രൂപം? ഓക്കെ, അപ്പോൾ റീഡിൻ്റെ V1ഉം V2ഉം V3 ഒന്ന് തന്നെ സെയിം തന്നെയാണ്. റീഡ് എന്നാണ്. പക്ഷേ വായിക്കുമ്പോൾ നമ്മൾ റീഡ് റെഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ദ സെക്രട്ടറി റെഡ് ദ റിപ്പോർട്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് V2 ആയി നിങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? സെക്രട്ടറി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സിംഗുലർ വെർബാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ റീഡിൻ്റെ കൂടെ എസ് ചേർത്ത് വരണം. അതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, തന്നിരിക്കുന്ന റെഡ് എന്ന് പറയുന്നത് V2 രൂപത്തിലാണ്, അതായത് പാസ്റ്റ് ടെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് രൂപത്തിലേക്ക് മാറണം? ഇത് ഈ പറയുന്ന V2 രൂപത്തിൽ പാസ്റ്റിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന എന്തായിട്ട് മാറണം? നമ്മളെ ബി ഫോം പ്ലസ് V3 ബി ഫാമിലിയിലെ പാസ്റ്റുകാരായ വാസിനെയും വേറിനെയും എടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ് വരണം അല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ് വരണം. തന്നിരിക്കുന്നത് നോക്കിക്കേ, വാസും വേറും വരുന്ന ഒന്നിവിടെ വാസ് വന്നിട്ട് വാസ് വന്നിട്ട് ഇവിടെയൊക്കെ ഈസാണ്, അതൊരിക്കലും വരത്തില്ല. ഇവിടെ ഇതൊരിക്കലും വരത്തില്ല. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഒന്നെങ്കിൽ ബി വരാം അല്ലെങ്കിൽ ഡി വരാം. ഓക്കെ, ഇനി ഇവിടെ റെഡ് എന്നാണ് തന്നിരിക്കുന്നത്, അല്ലാതെ ING ഫോമും തന്നിട്ടില്ല. ING ഫോം തന്നാൽ മാത്രമേ നമ്മുടെ ഉത്തരത്തിൽ ബീയിങ് എന്ന് പറയുന്ന വാക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതും വരത്തില്ല. നമ്മുടെ ഉത്തരം ഏതാണ്? ബി ആണ്. അപ്പോൾ 3ന്റെ ഉത്തരം ബി ആണ്. ക്ലിയർ ആയല്ലോ. ഇനി 4 നോക്കിയേ, ചേഞ്ച് ദ വോയിസ്. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ. അപ്പോൾ ഇവിടെ വോയിസ് മാറ്റാൻ മാത്രമേ പറയുന്നു. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് വോയിസിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വായിച്ചു നോക്കിയേ, ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ. ഒരു എഞ്ചിനാൽ ഫാൻ തിരിയപ്പെട്ടു അല്ലേ. അപ്പോൾ ഇത് ഫാൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിനാൽ ഫാൻ റൊട്ടേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ദ ഫാൻ എന്ന് പറയുന്ന ആൾ സബ്ജക്റ്റും ബൈ ആൻ എഞ്ചിൻ ദ ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഇവിടെ ആരാണ് ആക്റ്റീവ്? ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഒബ്ജക്റ്റാണ്. ഇവിടെ ഫാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ പാസീവ് ആയതുകൊണ്ട് തന്നെയാണ് എന്താ പറയുന്നത്, ഇതൊരു പാസീവ് വോയിസിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇത്ര നോക്കിയാൽ ഇവിടെ ബൈ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ബൈ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസുകൾ എന്തായിരിക്കും? പാസീവ് വോയിസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പാസീവ് വോയിസ് ആണ് എങ്ങനെ മനസ്സിലാക്കണം? ഈ ബൈ എന്ന് പറയുന്ന വാക്കാണ്. ബൈ ആൻ എഞ്ചിൻ അല്ലെങ്കിൽ ബൈ ഹീം, ബൈ ഹെർ, അങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ പാസീവ് വോയിസ് എഴുതാറ്. ഓക്കെ, ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ എഴുതിയ ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? ഷീ റൈറ്റ്സ് എ ലെറ്റർ അല്ലേ. ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത്, ഷീ എന്ന് പറയുന്നത് ആക്റ്റീവാണ്. സബ്ജക്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് അതൊരു ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെങ്ങനെ പാസീവ് വോയിസിലേക്ക് എഴുതുക? ഇവിടെ നോക്കി, റൈറ്റ് എന്നാണ് അല്ലേ. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് V1 എന്ന് പറയുന്ന സാധനം, അതായത് പ്രസൻറ്റ് ടെൻസിൽ വന്നൊരു സാധനമാണ്. പ്രസൻറ്റ് ടെൻസിൽ വന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബി ഫോമിലെ ഈസ്, ആം, ആറ് പ്ലസ് V3 ആണ് വരേണ്ടത് അല്ലേ. ഇതിലേതെങ്കിലും ഒന്നാണ് വരേണ്ടത്. കാരണം എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച റൂൾ അനുസരിച്ച് അങ്ങനെയാണ്. ബി ഫോം പ്ലസ് V3 ആദ്യത്തെ റൂൾ അനുസരിച്ച് അങ്ങനെയാണ് വരേണ്ടത്. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ്? ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എ ലെറ്റർ. ഇനി എന്ത് എഴുതുക? എ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിംഗുലർ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈസ്, ആറ്.
ആം നമ്മൾ സാധാരണ ഐൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ. ഇപ്പോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർ എന്ന് ഉപയോഗിക്കാം. പക്ഷേ ലെറ്റർ ഒറ്റൊന്നുള്ളൂ, അപ്പോൾ നമുക്ക് ഈസ് ഉപയോഗിക്കാം. ലെറ്റർ ഈസ് പിന്നെന്താണ്, അപ്പോൾ ബി ഫോമിൽ ആൾ എഴുതി അടുത്ത് എന്താണ് V3 വേണം. അപ്പോൾ എന്ത് എഴുതും, റിട്ടേൺ. ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഹെർ. ഷീ എന്തായിട്ട് മാറി, ഹെർ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഹെർ എന്ന് എഴുതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഹെർ. അപ്പോൾ ഈ ബൈ ഹെർ എന്ന് വന്നു കണ്ടില്ലേ, ഇതേ രീതിയിൽ ബൈ എന്ന് ചേർത്ത് വരുമ്പോൾ തന്നിരിക്കുന്ന സാധനം എന്തായിരിക്കും, പാസീവ് വോയിസ് ആയിരിക്കും. ഓക്കെ, അതുപോലെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ബൈ ആൻ എൻജിൻ എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറയുന്ന വാക്ക് ഇതിപ്പോൾ തന്നിരിക്കുന്നത് പാസീവ് വോയിസ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ആക്റ്റീവ് വോയിസ് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്നതിൽ ഈസ് റൊട്ടേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. നമ്മുടെ ഏത് രൂപമായിരുന്നു, ഓക്കെ, ഈസ് പ്ലസ് V3, ഈസ് റൊട്ടേറ്റഡ് V3 ആണ്. ഈസ് റൊട്ടേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ രൂപമാണ്. അപ്പോൾ ഡു ഓർ ഡസ് പ്ലസ് V1 എന്ന് പറയുന്നത് പ്രസൻറ്റ് രൂപത്തിലാണ് നമ്മളത് എഴുതേണ്ടത് അല്ലേ. തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ അങ്ങനെ തന്നെയാണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ പോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്, പ്രസൻറ്റ് രൂപമാണ് വേണ്ടത്. പ്രസൻറ്റ് തന്നിരിക്കുന്ന ഏതിലാണ്, റൊട്ടേറ്റ്സ് പ്രസൻ്റ് ആണ്. വാസ് റൊട്ടേറ്റഡ് പ്രസൻ്റ് അല്ല, അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. ഈസ് റൊട്ടേറ്റഡ് എന്ന് പറയുന്നത്, റൊട്ടേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ആവശ്യമില്ല, അതെന്താണ്, പാസ്റ്റ് ആണ്. റൊട്ടേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് വേണ്ടത് എന്താണ്, V1 രൂപമാണ്. റൊട്ടേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്, എ ആണ്. ക്ലിയർ ആയല്ലോ. ചേഞ്ച് ദ വോയിസ്. അടുത്ത് ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹർ. ബൈ ഹർ എന്ന് കണ്ടോ, ബൈ ഹർ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം തന്നിരിക്കുന്നത് എന്താണ്, പാസീവ് വോയിസ് ആണ്. ഇതിനെ നമ്മൾ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് നോക്കിയേ, ഈസ് ഇവിടെ ഉണ്ട്. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് നോക്കിയാൽ മതി, ഈസ് പ്ലസ് V3 അല്ലേ അവിടെ തന്നിട്ടുള്ളത്. ഈസ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈസ് പ്ലസ് V3 ഫോം തന്നെയാണ്. അപ്പോൾ ഈസ് പ്ലസ് V3 ഫോം ആണെങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ എന്തിലേക്കാണ് മാറ്റുന്നത്, നമ്മൾ പ്രസൻറ്റ് രൂപത്തിലേക്കാണ് മാറ്റുന്നത്. പ്രസൻറ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ എന്താവണം, ഒരിക്കലും ഡിഡ് വരാൻ പാടില്ല അല്ലേ. ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഡിഡ് വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വരത്തില്ല. പിന്നെ എന്ത് വരാൻ പാടില്ല, നമ്മൾ പറഞ്ഞു ഇത് സ്പോക്കൺ ആണ്. സ്പോക്കൺ എന്തായിട്ട് മാറാൻ, സ്പോക്കണിൻ്റെ പ്രസൻറ്റ് രൂപം എന്ന് പറയുമ്പോൾ എന്താണ്, സ്പീക്കാണ്. ഒന്നെങ്കിൽ സ്പീക്ക് വരണം അല്ലെങ്കിൽ സ്പീക്സ് എന്ന് വരണം. കാരണം ഡു ഓർ ഡസ് പ്ലസ് V1 ആണ് അല്ലേ തന്നിരിക്കുന്നതിൽ. ഇവിടെ സ്പീക്ക് ഓക്കെയാണ്, ഇവിടെ സ്പീക്കാണ്, ഇവിടെ സ്പോക്കൺ ആണ്, ഇവിടെ സ്പോക്കൺ ആണ്. അപ്പോൾ ഇതിൽ സ്പോക്കൺ എന്തായാലും വരത്തില്ല. പിന്നെ ഡിഡ് പ്ലസ് സ്പീക്ക് എന്ന് പറയുന്നത് എന്താണ്, സ്പോക്കൺ ആണ് അല്ലേ. ഡിഡ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ V2 ആണ്, അപ്പോൾ അതും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, എ ആണ്. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത നോക്കിയേ, പീപ്പിൾ പ്ലേ ഫുട്ബോൾ ഓൾ ഓവർ ദ വേൾഡ്. ചേഞ്ച് ദ വോയിസ്. പീപ്പിൾ പ്ലേ ഫുട്ബോൾ, ലോകത്തെമ്പാടും ജനങ്ങൾ എന്ത് ചെയ്യാണ്, ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ പീപ്പിൾ പ്ലേ ഫുട്ബോൾ ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെന്തിലേക്ക് മാറ്റേണ്ടത്, പാസീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത്. എങ്ങനെ മാറ്റാൻ നോക്കാം. പീപ്പിൾ പ്ലേ ഫുട്ബോൾ എന്നാണ് തന്നിരിക്കുന്നത്. പീപ്പിൾ പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ, V1 രൂപത്തിലാണ്. അപ്പോൾ എന്ത് വരണം, ഈസ്, ആം, ആറ് പ്ലസ് V3 വരണം. അങ്ങനെ V3 ഉള്ളത് ഏതൊക്കെ നോക്കിയാൽ, പ്ലേയിൻ്റെ V3 ഏതാണ്, പ്ലേഡ്. ഇവിടെ പ്ലേഡ് ഉണ്ട്, ഇവിടെ പ്ലേഡ് ഉണ്ട്, ഇവിടെയും പ്ലേഡ് ഉണ്ട്, ഇവിടെയും പ്ലേഡ് ഉണ്ട്. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ 4 V3 ഉണ്ട്. ഇനി തന്നിരിക്കും ഈസ്, ആം, ആറാണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ ഫുട്ബോളാണ്. ഇവിടെ എന്ത്, ജനങ്ങൾ എന്താ കളിക്കുന്നത്, ഫുട്ബോളാണ് അല്ലേ. ജനങ്ങൾ എന്ത് കളിക്കുന്നു എന്നാണ് പറഞ്ഞത്, ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുട്ബോൾ നമ്മൾ എഴുതി, ആദ്യം എഴുതി. ഇനി അടുത്ത ഏതാ വേണ്ടത്, ഈസ്, ആം, ആറ്. ഇത് തന്നിരിക്കുന്ന സാധനം V1 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതേണ്ടത്, ഈസ്, ആം, ആറാ വേണ്ടത് അല്ലേ. വാസ് ഒരിക്കലും വരത്തില്ലല്ലോ, കാരണം അതെന്താണ്, V2ൻ്റെ സെൻറ്റൻസ് ആണ് വാസിൽ വരിക. അപ്പോൾ അത് വരത്തില്ല, അത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഈസ് നോക്കുക. ഇവിടെ ഈസ് ഉണ്ട്, ഇവിടെ ഈസ് ഉണ്ട്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്ന സാധനം എങ്ങനെ പാസീവിലേക്ക് മാറ്റാമെന്ന് എങ്ങനെ അർത്ഥം ഒന്ന് വെച്ച് നോക്കിയേ. പീപ്പിൾ പ്ലേ ഫുട്ബോൾ ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തെല്ലാ എമ്പാടും ജനങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ ഫുട്ബോൾ ആരാൽ കളിക്കപ്പെടുന്നു, ബൈ ദ പീപ്പിൾ എന്നുള്ള രീതിയിൽ, ബൈ ദി പീപ്പിൾ എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത്, ബൈ പീപ്പിൾ എന്ന രീതിയിലാണ് വരേണ്ടത് അല്ലേ. പക്ഷേ ബൈ എന്നുള്ള വാക്ക് ഇവിടെ തന്നിട്ടില്ലെങ്കിലും ആ രീതിയിലാണ് വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഈസ് പ്ലേഡ് ഫുട്ബോൾ എന്ന അർത്ഥം വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല. പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ബാക്കിയുള്ള എയും ഡിയും മാത്രമേ ബാക്കിയുള്ളൂ. ഡി എന്ന് നോക്കിയേ, ഫുട്ബോൾ ഈസ് പ്ലേഡ് ഓൾ ഓവർ ദ വേൾഡ് ബൈ
പീപ്പിൾ എന്നാണ് ഇത് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇവിടെ തന്നിട്ടില്ല, ബൈ പീപ്പിൾ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്താ പറയുക, അത് എല്ലാ സെൻറ്റൻസിലും നമുക്ക് ബൈ എന്നുള്ള വാക്ക് പറയണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഓപ്ഷനിൽ അങ്ങനെ തന്നിട്ടില്ല. ഉത്തരം വരേണ്ടത് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം വെച്ച് നമുക്ക് ഉത്തരത്തേക്ക് എത്താൻ പറ്റും. പിന്നെ ഏതാണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രം മതി. അപ്പോൾ ഫുട്ബോൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, ഫുട്ബോൾ ഈസ് പ്ലേഡ് ഓൾ ഓവർ ദ വേൾഡ് ബൈ പീപ്പിൾ. അടുത്ത് നോക്കിയാൽ ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ. ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ തന്നിരിക്കുന്നതിനെ കറക്റ്റ് പാസീവ് ഫോമിലേക്ക് തരാമെന്നാണ്. അപ്പോൾ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് എഴുതാം. എങ്ങനെയാണ് എഴുതുക? ഇവിടെ തന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. അതായത് നമ്മുടെ ആക്റ്റീവ് വോയിസിൽ ഹാഡ് പ്ലസ് V3 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഹാഡിൻ്റെ കൂടെ ഒരു ബീൻ ചേർക്കണം അല്ലേ? അതേപോലെ തന്നെ V3. അപ്പോൾ ബി ഫോമും V3 വന്നു. അങ്ങനെ സാധനം ഉണ്ടോ നോക്കി. ബീൻ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട്, ഇവിടെ ബീൻ കിടക്കുന്നുണ്ട്, ഇവിടെയും ബീൻ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഹാസ് ആണ്, ഒരിക്കലും വരത്തില്ല. ഹാഡ് മാത്രമേ കൂടെ വരത്തുള്ളൂ. കാരണം ഹാഡായിട്ട് തന്നെ എഴുതേണ്ടത്. അപ്പോൾ ഹാഡ് ബി എന്ന് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് 7ൻ്റെ ഉത്തരം എന്താക്കാം? ബി ആക്കാം. ഇനി നോക്കിക്കേ, യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദി ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ്. ബൈ ദ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്തായി? ഇതൊരു പാസീവ് വോയിസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, പിന്നെ യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സാധനം പാസീവ് വോയിസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അത് ബൈ ദ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആണെങ്കിൽ പിന്നെ നമ്മുടെ സാധനം എന്താണ്? ബി ഫോം പ്ലസ് V3 ആണ് അല്ലേ? ബി ഫോം പ്ലസ് V3 ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, വിൽ ആസ്ക് എന്ന് പറയുന്നത്, ആസ്ക് എന്ന് പറയുമ്പോൾ എന്തായാലും V3 ഇല്ല, ആസ്ക്ഡ് വേണം. അപ്പോൾ ഇതെന്തായാലും വരില്ല. ഇവിടെ ആസ്ക്ഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ എന്ത് വേണം? ഒരു ബി ഫോമിലെ ഒരു അംഗം വേണം. അതിവിടെ ഇല്ല, അപ്പോൾ ഇതും വരത്തില്ല. ഇനി നോക്കിയേ, ഹാവ് ബി ഫോമിലൊരു അംഗമല്ല ആണോ? അല്ല, ഹാവ് ഫാമിലിയിലെ അംഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്തില്ല? ബി ഫോമിലൊരു വാക്ക് തന്നിട്ടില്ല, അപ്പോൾ ഇതും വരത്തില്ല. V3 തന്നിട്ടുണ്ടെങ്കിലും ബി ഫോം ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നോക്കിയേ, വില്ല് ബി ആസ്ക്ഡ്. അപ്പോൾ ബി ഫോമിലെ അംഗമായ ബി ഇവിടെ ഉണ്ട്, V3 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, വിൽ ബി ആസ്ക്ഡ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഹി വിൽ ഡു ദി വർക്ക് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് പാസീവ് വോയിസിലാണ് മാറ്റേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ഹി വിൽ ഡു ദി വർക്ക് എന്നാണ്. ഓക്കെ, ഹി വിൽ ഡു ദ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലിനെ നമ്മൾ സാധാരണ ഗതിയിലൊക്കെ അതേപോലെ തന്നെ എഴുതാനല്ലേ പഠിച്ചുള്ളത്. അപ്പോൾ ദ വർക്ക് വിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അതേപോലെ, ദ വർക്ക് വിൽ പിന്നെ എന്ത് വേണം? ഡു വില്ല് ചേർത്ത് പിന്നെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് അറിയാം. ആദ്യം നമ്മൾ നോക്കണം എന്താണ്? ബി ഫോം പ്ലസ് V3 ആണ്. V3 ഉണ്ടോ നോക്കിയേ. ഡൺ എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ട്? ഡൺ, ഡൂയിൻ്റെ ഡിഡ്, ഡിഡ് ഡൺ, അത് എവിടെയൊക്കെ ഉണ്ട് നോക്കുക. അപ്പോൾ ഡൺ ആണ് എന്ത്? V3 ഫോം എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഡൺ ഉണ്ട്, ഇവിടെ ഡൂ ആണ്, അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഡിഡാണ്, വരത്തില്ല. ഡൺ തന്നെ വേണം. ഇവിടെയും ഡൺ ഉണ്ട് അല്ലേ? ഇവിടെ ഡൺ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, ബി ഫോം ഇവിടെ ഇല്ലല്ലോ. വില്ല് കഴിഞ്ഞിട്ട് ബി ഫോം ഇല്ലാതെയാണ് ഡൺ എഴുതിയിട്ടുള്ളത്, അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ നോക്കിയേ, വില്ല് കഴിഞ്ഞിട്ട് ബി ഫോമിൽ അംഗം വന്നു, എന്നിട്ട് മാത്രമേ V3 വരാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഉത്തരം ഡി ആണ്. അപ്പോൾ 9ൻ്റെ ഉത്തരം ഡി. ഇനി 10, ദ പാസീവ് ഫോം ഓഫ് ദേ ഹാവ് ഡൺ ഇറ്റ്. ദേ ഹാവ് ഡൺ ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ പാസീവ് ഫോം എഴുതാനാണ് പറയുന്നത്. ദേ ഹാവ് ഡൺ ഇറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഹാവ് പ്ലസ് V3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത് നമുക്ക്? ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് നമുക്ക് പാസീവ് വോയിസിൽ വേണ്ടത്. ആദ്യം തന്നിരിക്കുന്നത് ഡൺ നോക്കിയേ, എല്ലാത്തിലും ഡൺ ഉണ്ടല്ലേ. പിന്നെ ബീൻ ഉണ്ട് നോക്കിയേ, ഇവിടെ ബീൻ ഉണ്ട്, ഇവിടെയും ബീൻ ഉണ്ട്. അപ്പോൾ ഇതും വരത്തില്ല, ഇതും വരത്തില്ല. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി. ഇറ്റ് ഹാവ് ബീൻ ഡൺ, ഇറ്റ് ഹാസ് ബീൻ. നമുക്കറിയാം ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ ആണ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കാറ്. അതിൻ്റെ കൂടെ സിംഗുലർ വെർബായ ഹാസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലേ? അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഡൺ, ഒരിക്കലും ഇറ്റിൻ്റെ കൂടെ ഹാവ് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 10ൻ്റെ ഉത്തരം സി ആണ്. 11 നോക്കിയത് പാസീവ് ഫോം ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നതിൻ്റെ പാസീവ് ഫോം എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ബീയിങ് എന്ന് പറയുന്ന വാക്ക് എന്തായാലും നിർബന്ധമല്ലേ? നോക്കിയേ, ബീയിങ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിലില്ല, ഇതിലും ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ എ ആവാം, ഡി ആവാം. ഇനി ബി ഫോമിൻ്റെ കൂടെ എന്ത് വേണം? V3 വേണ്ടേ? V3 ഉണ്ടോ നോക്കിയേ. ബീയിങ് റിട്ടേൺ, ഓക്കെ, ബീയിങ് റിട്ടേൺ ഇവിടെ ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് എന്ത് നോക്കണം? വാസാണ് ഇതിൻ്റെ മുന്നേ ഉള്ളത് അല്ലേ? വാസ് ഓർ വേറുള്ളത് അതേപോലെ തന്നെ എഴുതണം എന്നല്ലേ പറഞ്ഞുള്ളത്? ഇവിടെ വാസ് അതേപോലെ തന്നെ എഴുതിയത്, പക്ഷേ ഇവിടെ ഈസാണ് എഴുതിയിരുന്നത്, ഒരിക്കലും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 11ൻ്റെ ഉത്തരം എ ആണ്. ഇനി അടുത്ത് നോക്കിയേ,
ഷീജ ഡാഷ് എ സർപ്രൈസ് ഗിഫ്റ്റഡ് ബൈ ഹർ ഫ്രണ്ട് ടുമോറോ. ടുമോറോ എന്ന് തന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇതൊരു ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരു വാക്കായിരിക്കും അല്ലേ. അപ്പോൾ വിൽ എന്തായാലും നിർബന്ധമായിട്ട് വരും. വിൽ എന്തായാലും നിർബന്ധമായിട്ട് വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തിനെ ഒഴിവാക്കാം, ഈസിനെ ഒഴിവാക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, ബൈ ഹർ ഫ്രണ്ട് എന്നാണ്. ബൈ ഹർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇതൊരു പാസീവ് വോയിസ് അല്ലേ. ബൈ ഹർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കണം. പാസീവ് വോയിസ് ആണെങ്കിൽ ബി ഫോം പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ വില്ലാണെങ്കിൽ വില്ലിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ബി ഫോം ഏതാ, ബി ഫാമിലിയിലെ അംഗം ഏതാണ്, ബി എന്ന് പറയുന്ന V1 കാരനല്ലേ ഉപയോഗിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് V3 വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ബി എന്ന് പറയുന്ന വാക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും, എ. 12ന്റെ ഉത്തരം എ ആണ്. അടുത്ത നോക്കിയേ, ദേ വർ ബിൽഡിംഗ് എ ന്യൂ ഹൗസ്. ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ് ഈസ് ദേ വർ ബിൽഡിംഗ് എ ന്യൂ. അവരൊരു പുതിയ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. ദേ വർ ബിൽഡിംഗ് എ ന്യൂ ഹൗസ്, പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ ബിൽഡിംഗ് എ ന്യൂ ഹൗസ്. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതുക, വേർ അതേപോലെ തന്നെ എഴുതണം അല്ലേ. വാസ് അല്ലെങ്കിൽ വേറിന് നമ്മൾ അതേപോലെ തന്നെയാണ് എഴുതാറ്. ബിൽഡിംഗ് ആകുമ്പോൾ ബീയിങ് എന്ന് പറയുന്ന വാക്ക് വേണം. ബീയിങ് ഇവിടെ ഉണ്ട്, ഇവിടെ ബീയിങ് ഉണ്ടോ, ഇല്ല. ഇവിടെ ബീയിങ് ഉണ്ട്, ഇവിടെയും ബീയിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എ സി ഡി ഏതെങ്കിലും വരാം. ഇനി അടുത്ത ഏതാ നമുക്കുണ്ട്, വാസ് ഓർ വേർ അതേപോലെ തന്നെ എഴുതണം. ഈസ് ഒരിക്കലും വരത്തില്ല, അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം. ഉത്തരം നമുക്ക് എയും ഡിയും ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി എ ന്യൂ ഹൗസ് വാസ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മളവിടെ വേറായി ഉപയോഗിച്ചത് അല്ലേ. പക്ഷേ എ ന്യൂ ഹൗസിലാണ് നമ്മൾ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എ ന്യൂ ഹൗസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ. അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് പോരെ, വാസ് മാത്രം പോരെ, വേറിൻ്റെ ആവശ്യമില്ലല്ലോ. എ ന്യൂ ഹൗസിൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വെർബിൻ്റെ ആവശ്യമില്ല. കാരണം എ ന്യൂ ഹൗസ് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിൽ ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാസ് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 13ന്റെ ഉത്തരം ഡി ആണ്. ഓക്കെ, ഇനി 14, ഹാവ് യു എക്സാമിൻഡ് ദീസ് പേപ്പേഴ്സ്. നിങ്ങൾ ഈ പേപ്പേഴ്സ് എക്സാമിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എന്താണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹാവ് യു എക്സാമിൻഡ് ദി പേപ്പേഴ്സ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ നോക്കേണ്ടത്, ഹാവ് തന്നിട്ടുണ്ട്, എക്സാമിൻഡ് തന്നിട്ടുണ്ട് അല്ലേ. എക്സാമിൻഡ് എന്ന് പറയുമ്പോൾ V3. അപ്പോൾ ഹാവിൻ്റെ കൂടെ എന്താ ചേർക്കുന്നത്, നമ്മൾ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം എന്ന് പഠിച്ചു, ഒരു ബീൻ ചേർക്കണം എന്ന് പറഞ്ഞു. ബീൻ ഉള്ളത് എവിടേക്കാണ്, ഇവിടെ ബീനുണ്ട്, ഇവിടെ ബീനുണ്ട്, ഇവിടെയും ബീനുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ 3 എണ്ണം വരാം. ഇതെന്തായാലും വരത്തില്ല, കാരണം ഇവിടെ ബീനില്ല. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ പഠിച്ചു ഹാവിലൊക്കെ ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഹാവിലൊക്കെയാണ് ഹാവ്, ആറ്, വാസ്, വേർ എന്തിലും സ്റ്റാർട്ട് ചെയ്തോട്ടെ, ഹാസ്, ഹാവ്, ഹാഡ് എന്തിലും സ്റ്റാർട്ട് ചെയ്തോട്ടെ, അതിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹാവിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദീസ് പേപ്പേഴ്സ് ബീൻ എക്സാമിൻഡ് ബൈ യു എന്ന് പറയുന്നതായിരിക്കും ഇതിൽ ഉത്തരം. കാരണം ഹാവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന 3 ഓപ്ഷനിലേക്ക് നമ്മൾ ചുരുക്കിയതിൽ ഏതിൽ മാത്രമേ ഹാവിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, സിയിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാവ് യു എക്സാമിൻ ദീസ് പേപ്പേഴ്സിൻ്റെ ഉത്തരം ഇതാണ്. ഇനി ഹൂ ഈസ് കട്ടിങ് ദറ്റ് മെസ് എന്നാണ്. ഹൂ ഈസ് ക്രിയേറ്റിംഗ് ദിസ് മെസ്. ആരാണ് ഈ മെസ്സ് ക്രിയേറ്റ് ചെയ്തത്, ഹൂ ഈസ് ക്രിയേറ്റിംഗ് ദിസ് മെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഹൂ എങ്ങനെ എഴുതണം, ഹൂ എന്നുള്ള വാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബൈ ഹൂം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 എണ്ണമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, ഇതിനെ നമുക്ക് ഒഴിവാക്കാം അല്ലേ. ഇനി ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ ബീയിങ് എന്ന് പറയുന്ന വാക്ക് വേണം. ബീയിങ് ഉള്ളത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി. ഓക്കെ, 15 ഒന്നെങ്കിൽ സി ഒന്നെങ്കിൽ ഡി ആണ് വരിക. ഇനി ഈസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഈസ് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഈസ് ഉണ്ട്, ഇവിടെ ഈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ സബ്ജക്റ്റിൻ്റെ മുന്നിൽ വേണം വെർബ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, സബ്ജക്റ്റിൻ്റെ മുന്നിൽ വേണം വെർബ് വരാൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദിസ് മെസ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് ഇതായിട്ട് വരുന്നത്. അതിൻ്റെ മുന്നേ വരണം വെർബ് വരാൻ. ഓക്കെ, അപ്പോൾ ബൈ ഹൂം ഈസ് ദിസ് മെസ് ബീയിങ് ക്രിയേറ്റഡ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. വെർബ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് ഒക്കെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് എന്ത് മാത്രം വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നത്. ഇതിലങ്ങനെയല്ലോ, ദിസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈസ് വരുന്നത്. അത് ക്വസ്റ്റ്യൻ പാറ്റേണിന് എതിരാണ്. അപ്പോൾ ഉത്തരം നമ്മൾ ഏതാണ്, ഡി ആണ്. 15ന്റെ ഉത്തരം ഡി ആണ്. 16 നോക്കിയേ, ഹാഡ് ദ തീവ്സ് സ്റ്റോളൻ എനിത്തിങ്. ഹാഡ് ദ തീവ്സ് സ്റ്റോളൻ എനിത്തിങ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാഡ്, ഹാവ്, ഹാസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അതേ വാക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതേ വാക്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇതിലങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഇത് വരത്തില്ല. ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ എ ആണ് ഉത്തരം. ഇനി സ്റ്റോളൻ എനിത്തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഹാഡ് വരുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരണം, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് എന്താണ്,
ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് അല്ലേ. ഹാഡ് ബീൻ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ഇതിൽ ബീൻ വരുന്നില്ലല്ലോ, അപ്പോൾ ഇത് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 16ന്റെ ഉത്തരം ബി ആണ്. അടുത്ത നോക്കിയേ, ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്, പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഫോം പ്ലസ് V3 ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഈ ബിൽഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ V3 ഫോം ആണ് എന്ത്? ബിൽട്ട് നമ്മൾ ഉപയോഗിക്കണം. തന്നിരിക്കുന്നത് നോക്കിക്കേ, ഇത് ബിൽഡ് അതേപോലെ തന്നെ ഉപയോഗിച്ചു, അപ്പോൾ ഇതൊരിക്കലും വരത്തില്ല. ഇവിടെയും ബിൽഡ് അതേപോലെയാണ് ഉപയോഗിച്ചത്, ഇതും വരത്തില്ല. ബിൽട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ബിൽട്ട് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബി ഫോം വരണല്ലേ, ഇതിന് മുന്നേ എന്ത് വരണം? ബി ഫോമിൽ ഒരു അംഗം വരണം, ബി ഫാമിലി ഒരു അംഗം വരണം. ഇവിടെ അങ്ങനെ ഒരു അംഗമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഉണ്ടോ? ബി എന്ന് പറയുന്ന വാക്ക് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം 17ന്റെ ഉത്തരം സി ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിക്കേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഓപ്പൺ ദി വിൻഡോ എന്നാണ് ചോദിച്ചത്. ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ തന്നിരിക്കുന്ന സാധനം എന്താണ്? ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ഒരു വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് എഴുതുമ്പോൾ ലെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ലെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം 18ന്റെ ഉത്തരം ഡി ആണ്. ഇനി 19 നോക്കിക്കേ. They have cut all telephone wires. They have cut all telephone wires. തന്നിരിക്കുന്നത് പാസീവ് വോയിസ്, തന്നിരിക്കുന്ന സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്കാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഹാവ് തന്നിട്ടുണ്ട്. ഹാവ് കട്ട് എന്ന് പറയുന്നത് ഇത് V3 ആണ് അല്ലേ. ഹാവ് കട്ട് എന്ന് പറയുമ്പോൾ ഹാവ് കട്ട്. അപ്പോൾ എന്ത് പറയണം? ബീന് വരണ്ടേ? തന്നിരിക്കുന്ന ഉത്തരത്തിൽ ബീന് കയറി വരണം. എവിടെയെങ്കിലും ഉണ്ടോ ബീന്? ഇവിടെ ബീൻ ഇല്ല, അപ്പോൾ അത് ഒഴിവാക്കാം. ഇവിടെ ബീനുണ്ടോ? ഇവിടെയും ബീനില്ല. ഇവിടെ ബീനുണ്ടോ? ഇവിടെയുണ്ട് ബീന്, ഇവിടെയും ബീനുണ്ട് അല്ലേ. അപ്പോൾ ഹാവ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 അതേപോലെ എടുത്തെഴുതുക. ഹാസ് ഓർ ഹാവിന് അതേപോലെ എടുത്തെഴുതുക. അതിൻ്റെ കൂടെ ബീന് വരണം, അതിൻ്റെ കൂടെ V3 വരണം. അല്ലാണ്ട് ഒരിക്കലും ഇത് എന്തായിട്ട് വരില്ല? ഹാഡായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഹാഡ് ഇവിടെ വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ബി ആണ്. 19ന്റെ ഉത്തരം ബി ആണ്. ഇനി 20 നോക്കിയേ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ടു തന്നിരിക്കുന്നതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. കമല ലവ്സ് മിനി. കമല ലവ്സ് മിനി. ഇതെന്താണ്? ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. V1 ആണ്. ഡസ് പ്ലസ് V1 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് എന്താണ് വരേണ്ടത്? ഏത് ഫോമാണ് വരേണ്ടത്? അതിൻ്റെ കൂടെ എന്താ വരേണ്ടത്? V3 ആണ് വരേണ്ടത്. ക്ലിയർ ആയല്ലോ. പിന്നെ തന്നിരിക്കുന്നതിൽ നോക്കിക്കേ അല്ലേ, ലൗസ് എന്തായിട്ട് മാറണം? അതിൻ്റെ V3 എന്ന് പറയുമ്പോൾ ലൗഡാണ്. ലൗഡ് വരേണ്ടതെന്ന് നോക്കിയാൽ ഇവിടെ ലൗഡ് വരുന്നുണ്ട്, ഇവിടെ ലൗഡ് വരുന്നുണ്ട്. ഇവിടെ ലൗസ് ആണ്, ഒരിക്കലും വരത്തില്ല. ഇവിടെ ലവിങ് ആണ്, അതും ഒരിക്കലും വരത്തില്ല. V3 ആണ് കമ്പൽസറി ആയിട്ടും വരേണ്ടത് അല്ലേ. പാസീവ് വോയിസിലാണെങ്കിൽ കമ്പൽസറി V3 വരണം. അപ്പോൾ തന്നിരിക്കുന്ന ലൗഡ് വരുന്ന 2 മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്ത് വരണം? നിർബന്ധമായിട്ടൊരു ബി ഫോമിലൊരു അംഗം വരണം. ബി ഫോമിലൊരു അംഗമാണ്, ബി ഫാമിലിയിലെ അംഗമാണ് ഈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഇവിടെ വരേണ്ടത് ഈസാണ്. ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല, അപ്പോൾ ഒന്നും വരത്തില്ല. ഉത്തരം 20ന്റെ ഉത്തരം ബി ആണ്. 21 നോക്കിയേ, ചൂസ് ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഐ നോ ഹിം എന്നാണ്. സെയിം അതുപോലെ തന്നെ അല്ലേ. ഇത് തന്നിരിക്കുന്ന ഒരു V1 ആണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? ഈസ് ആം ആറ് പ്ലസ് V3. ഇവിടെ നോ എന്ന് പറയുന്ന വാക്കാണ് V3 ആയിട്ട് വരണം. അപ്പോൾ എന്താണ്? നോൺ അല്ലേ. V3 നോയിൻ്റെ V3 ആണ് നോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ഇവിടെ ഓക്കെയാണ്. നോൺ തന്നിട്ടുണ്ട്. ഇവിടെ നോസ് ആണ്, വരത്തില്ല. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? V2 ആണ് അല്ലേ. നോ ന്യൂ നോൺ. അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ നോൺ തന്നെയാണ് വരേണ്ടത്, നിർബന്ധമായിട്ടും വരണം. പിന്നെ അതിൻ്റെ കൂടെ ഈസാം ആർ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരത്തുള്ളൂ. ഒരിക്കലും ഹാവ് വരത്തില്ല അല്ലേ. ഒരിക്കലും എന്ത് വരത്തില്ല? ഹാവ് വരത്തില്ല. അപ്പോൾ 21ന്റെ ഉത്തരം ബി ആണ്. ഹി ഈസ് നോൺ ടു മീ എന്ന് പറയാനാണ് 21ന്റെ ബിൻ്റെ ഉത്തരം. 22 നോക്കിയേ, ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ടു പാസീവ് വോയിസ്. തന്നിരിക്കുന്ന പാസീവിലേക്ക് മാറ്റണം. ആൻ അൺഈസി സൈലൻസ് സക്സീഡഡ് ദ പിസ്റ്റൽ ഷോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ അൺഈസി സൈലൻസ് സക്സീഡഡ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? V2 ഫോമിലാണ് തന്നിട്ടുള്ളത് അല്ലേ. V2 ഫോമിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ ആര് കയറി വരണം? പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 വരണം അല്ലേ. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 വരണം. ഓക്കെ, വാസ് അല്ലെങ്കിൽ വേർ നോക്കിയാൽ തന്നിരിക്കുക ഏതൊക്കെയാണ്? ഇവിടെ ഹാഡ് ബീനൊക്കെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. ഇവിടെ ഹാഡാണ്, ആവശ്യമില്ലല്ലോ. ഇവിടെ V3 മാത്രമേ തന്നുള്ളൂ. അതിൻ്റെ മുന്നിലൊരു ബി ഫോം തന്നിട്ടില്ല, അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വരിക അല്ലേ. ബി ഫോം പ്ലസ് V3 എവിടെയുള്ള നോക്കിയാൽ മതി. വാസ് ഓർ വേറിലാണുള്ളത് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഒന്നിലും എന്തില്ല, ഇവിടെ ഒഴിച്ച് മാത്രം ബി ഫോം. ഇവിടെ ബി ഫോം തന്നിട്ടുണ്ട്, പിന്നെ ഒരിക്കലും എന്ത് വരത്തില്ല? ഹാഡ് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 22ന്റെ ഉത്തരം സി ആണ്. 23 നോക്കിയേ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്.
തന്നിരിക്കുന്നതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ കറക്റ്റ് പാസീവ് ഫോമിലേക്കാണ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ING തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബീയിങ് എന്തായാലും വരണം. ഇവിടെ ബീയിങ് ഉണ്ട്, ഇവിടെ ബീയിങ് ഉണ്ട്. ഇതിൽ ബീയിങ് ഇല്ല, ഇവിടെയും ബീയിങ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഈസാണ്. ഈസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ആം ആറ് പ്ലസ് വർബ് പ്ലസ് ING ആണെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് പാസീവ് വോയിസിൽ എന്താ വരിക? അതേ സാധനം എടുത്തെഴുതുക. ഈസ് ആം ആറ് അതേപോലെ എടുത്തെഴുതുക, ഒരു ബീയിങ് എഴുതുക, അതിൻ്റെ കൂടെ V3 വരണം. ഇതാണ് നമ്മുടെ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6 ഈസൊക്കെ വേണമെങ്കിൽ മാറി മാറി വരാം അല്ലേ. ഈസും വരാം, ആറും വരാം. പക്ഷേ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്ജക്റ്റാണ്, ഒരു സിംഗുലർ സബ്ജക്റ്റാണ് അല്ലേ. ഇവിടെ എസ് ഉണ്ടായതുകൊണ്ട് തന്നെ മാക്സിമം ഒരുപാട് സാധനങ്ങൾ കൂടിച്ചേർത്ത സാധനം എന്നല്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്, ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഈസാണ്, ആറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 23 ബി ആണ്. ഇനി 24 നോക്കിക്കേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 24. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൻ്റെ പാസീവ് ഫോം എഴുതാനാണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഇതും എന്താണ്? ഒരു ആക്റ്റീവ് ഫോമിലാണ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദി നെക്ലേസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? വേറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത് അല്ലേ. ഇവിടെയും വേറെ, ഇവിടെയും വേറെ, ഇവിടെയും വേറെ. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് അങ്ങനെയല്ല തുടങ്ങിയിട്ടുള്ളത്, അത് ഒഴിവാക്കാം. ഇനി ഡിഡ് പ്ലസ് ഹൈഡ് എന്നുള്ള ഇവിടെ ഡിഡ് പ്ലസ് V1 എന്നുള്ള രൂപത്തിലാണ് തന്നുള്ളത്. ഡിഡ് പ്ലസ് ഹൈഡ്. ഓക്കെ, ഡിഡ് പ്ലസ് ഹൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ V2 തന്നിരിക്കുന്നത് എന്താണ്? V2 രൂപത്തിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് എഴുതണം? V3 രൂപത്തിലേക്ക് മാറ്റണം. V3 രൂപം എന്താണ്? ബി ഫോം പ്ലസ് V3 അല്ലേ. V3 എന്താണ്? ഹൈഡിൻ്റെ ഹിഡൻ അല്ലേ. അപ്പോൾ ഹിഡൻ എവിടെയൊക്കെ ഉണ്ട് നോക്കിക്കേ. ഹിഡൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഹൈഡാണ്, അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ ഹിഡൻ ഉണ്ട്, അത് ഓക്കെയാണ്. ഇനി V2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാസ് ഓർ വേർ പ്ലസ് V3 ആണ് വേണ്ടത്. വാസ് ഓർ വേർ, വാസ് എവിടെയുള്ളത്? ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ ബീനൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 24ൻ്റെ ഉത്തരം സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. നിർബന്ധമായിട്ട് പഠിക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.